ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ചെറിയ വീഡിയോ ആണേ. അതായത് നമ്മൾ സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് മറ്റേ ബിരിയാണിക്ക് അരിയത്തില്ലേ, അതുപോലെ അരിഞ്ഞിട്ട് കറിക്ക് അരിയുന്ന പോലെ അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിനകത്തോട്ടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ ആവശ്യത്തിന് നമുക്കൊരു കണക്കറിയാമല്ലോ, പഴയ അമ്മമാർക്കൊക്കെ അറിയില്ല, മറ്റേ കൈ കണക്കുണ്ടല്ലോ, അതങ്ങനെ ഇട്ടാൽ മതി. അതുമല്ല ഇതിനകത്ത് സവോള വാട്ടുമ്പോഴത്തേക്കും ശകലം ആവശ്യത്തിന് മറ്റേ ഉപ്പിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉപ്പിടുമ്പോഴത്തേക്കും പെട്ടെന്ന് വാടി കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് പിന്നെ ശകലം ചിക്കൻ മസാല ഇടുക. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു ശകലം ഇട്ടാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇടുക. അതിന് നല്ലോണം ഇളക്കുക. അത് ഇളക്കി അതൊന്ന് മൂത്ത് വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കി എടുക്കുക. അതിലോട്ട് ശകലം ആ മുളക് പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ശകലം കുരുമുളക് പൊടി ഇടുകയാണല്ലേ, അത് വേണം ഇട്ടാൽ മതി. പക്ഷേ നല്ല ഫ്ലേവർ ആയിരിക്കും. അതെ, സൈഡിലോട്ടാക്കുക. സൈഡിലോട്ടൊന്നാക്കിയിട്ട് അതിലോട്ടൊരു നമ്മൾ ചിക്കനൊന്നും ഇടുന്നില്ല, ഇതിനകത്ത് മുട്ടയാണ്, മുട്ടയുടെ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് 2 കോഴിമുട്ട, സാധാ മുട്ട, ഏത് മുട്ടയാലും ഇട്ടാലും കുഴപ്പമില്ല. 2 കോഴിമുട്ട സൈഡിലോട്ടാക്കിയിട്ട് അത് മറ്റൊന്ന് ചിക്കി എടുക്കുക. നമ്മൾ തോരൻ വെക്കില്ലേ, മുട്ട തോരൻ വെക്കില്ലേ, അതുപോലെ ചിക്കി വെക്കണം. അതിലോട്ട് വേണേൽ ശകലം കുരുമുളക് പൊടിയും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും, ഒരു ഫ്ലേവറിനായിട്ട്. മുട്ടയ്ക്കകത്ത് കുരുമുളക് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ വരും. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലേ അടുക്കി പിടിക്കും. അതിൻ്റെ മോനാണ്. എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇളക്കുക, ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇത് നമ്മളെ ചിക്കിയ മുട്ട ഉണ്ടല്ലോ, അതിലോട്ട് മിക്സ് ചെയ്യണം. അതിലോട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് മറ്റേ പുഴുങ്ങിയ കിഴങ്ങാണ്. അത് എത്ര കിഴങ്ങാണ്? 2 കിഴങ്ങാണ്. നല്ലോണം പുഴുങ്ങിയ കിഴങ്ങ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ആ കിഴങ്ങിൻ്റെ അതിലാണ് നമുക്ക് മാവ് വരുന്നല്ലോ, കിഴങ്ങിൻ്റെ ഇതിലാണ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. എന്ത് നല്ല വെള്ളമെല്ലാം പറ്റി, വെള്ളം വരില്ല എന്നാലും ആ ഒരു ഈർപ്പമുണ്ടല്ലോ അതെല്ലാം പറ്റി ഇങ്ങനെ ഇതായിട്ട് വരും, കട്ടിയായിട്ട് വരും. അത് അതിലോട്ട് ശകലം മല്ലിയില ഇടണേ, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അത് ഉള്ളവരിട്ടാൽ മതി, മല്ലിയില ഓപ്ഷനുകളാണ്. ശകലം ഇട്ടാൽ മതി. ഇതെല്ലാം ലോ ഫ്ലെയിം വെച്ചാൽ കേട്ടോ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിം വെച്ച് ചിലപ്പോൾ ഇത് കരിയാൻ സാധ്യതയുണ്ട്, അടി പിടിക്കാൻ. ഒന്ന് അടച്ച് വെക്കണം, ഒന്ന് ശകലം ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുമല്ലോ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച കട്ട്ലറ്റിൻ്റെ ഇതിലോട്ടിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് മൂത്തോളൂ. അല്ലേ, നമ്മളെല്ലാം വെന്ത സാധനങ്ങളല്ലേ, നേരെ ഇത് പെട്ടെന്ന് ആയിക്കോളൂ. പിന്നെ ബ്രെഡല്ലേ ഉള്ളൂ, ബ്രെഡും വെന്തതാണ്. എന്നാലും ഇതൊന്ന് ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്കൊന്ന് തിരിച്ചിടണം.
ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പതിയെ നമ്മൾ ശ്രദ്ധാപൂർവ്വം തിരിച്ചിടണം, അല്ലെങ്കിൽ കട്ട്ലറ്റ് പൊടിയായിട്ട് തിന്നാണ്ട് വരും. ഹോം മെയ്ഡ് മുട്ട വെച്ചുണ്ടാക്കിയ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുമ്പശം പിന്നെ പറയണ്ടല്ലോ, സോസ് മുക്കിയോ മുക്കാതെ എങ്ങനെ വേണേലും കഴിക്കുക. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വേറെ കെമിക്കലും മറ്റ് കടയിൽ നിന്നും വലിയ കെമിക്കലൊന്നും ചേർക്കാത്തില്ല, എന്നാലും നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കട്ട്ലറ്റാണ്. സോഫ്റ്റായിട്ട് ഇടും. സോസൊക്കെ എടുത്ത് അതിൽ നമ്മുടെ ഇത് കണ്ട മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാകും കട്ട്ലറ്റ്. എങ്ങനെ ഇടിച്ചാ കട്ട്ലറ്റ്? എങ്ങനെയുണ്ടാ ഡേയ്? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? കട്ട്ലറ്റ് പക്ഷെ മുക്കി തിന്നുന്ന പോലെ സോസാണ് ആ മുക്കി തിന്നുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.